ഹലോ, ഇന്നത്തെ വീഡിയോ ബിരിയാണി റൈസും എഗ്ഗും വെച്ച് ഒരു അടിപൊളി ഫുഡ് ഉണ്ടാക്കലാണ് കേട്ടോ. സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്, പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ഫുഡാണ്. പോലെ എന്ന് പറയുന്ന ബിരിയാണിയല്ല, നമുക്കൊന്ന് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ആദ്യം ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് 1 മണിക്കൂർ നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. ഒന്ന് കുതിർത്ത് കിട്ടണം, അതുവരെ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ളതെല്ലാം സെറ്റാക്കി എടുക്കാം. ഒരു സബോള, ഒരു തക്കാളി, 2 ചെറിയ പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 എഗ്ഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ഗ്ലാസ് റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഓരോന്ന് മതി. തക്കാളി, സബോളൊക്കെ. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ റൈസ് വേവിക്കുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, അളവൊന്നുമില്ല. അതിൽ കുറച്ച് നെയ്യും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും റൈസ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. 1 മണിക്കൂർ നേരം നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി വെള്ളത്തിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. സമയമില്ലെങ്കിൽ 1/2 മണിക്കൂറായാലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായി കിട്ടുള്ളൂ. പിന്നെ അരി തമ്മിൽ ഒട്ടുപിടിക്കൊന്നും ചെയ്യില്ല. അപ്പോൾ അരി നന്നായി തിളച്ചിട്ടുണ്ട്. വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാം. പെട്ടെന്ന് വേവ് കേട്ടോ, നല്ല വേവൊന്നുമില്ല. അധികം വെന്ത് പോകാതെ നോക്കണം. നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്, ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് അരി വെന്തോ എന്നൊന്ന് നോക്കണം, നന്നായി വെന്ത് പോകാൻ പാടില്ല. ഒരു 3/4 ഭാഗം വെന്ത് നമുക്ക് എടുക്കാം കേട്ടോ. നെയ്യിലേക്ക് നമ്മൾ ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൈസിൽ ഉപ്പുള്ളത് കൊണ്ട് അധികം ആവശ്യമില്ല. ജസ്റ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയും സവാളയും ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയെല്ലാം മിക്സിയിലിട്ടിട്ട് ഒരു അടി അടിച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ ടീസ്പൂണാണ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് സെറ്റാക്കി അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എഗ്ഗ് സെറ്റാക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഒഴിച്ച് സെറ്റായതിനു ശേഷം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സെറ്റായി കൊടുക്കാം. കെച്ചപ്പ് നിർബന്ധമില്ല, എങ്കിലും നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായി വെന്ത് നമ്മൾ സെറ്റാക്കി വെച്ചത് ഇട്ട് കൊടുക്കാൻ പോവാണ്. കറക്റ്റാണ്, കാരണം 1 ഗ്ലാസ് അരിക്ക് 1 സവാള, തക്കാളി, ഇതിന് വേറെ മസാല എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള എഗ് റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കറിയുടെ ആവശ്യമൊന്നുമില്ല. ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തത് ഒപ്പം ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.